എന്റെ പൊന്നാര കുട്ടിയെ, ഇത് പിന്നീട് പോയ കാര്യമല്ല, ഉടനെ പോകാനുണ്ട് എന്നാ പറഞ്ഞത്. അത് 1979 കാര്യമാണ്. പിന്നെ 1989 കാര്യല്ലേ, അത് പിളർന്നു പോയതാണോ പുനർസംഘടിപ്പിച്ചതാണോ എന്നൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ആത്മകഥ എഴുതിയ ആളുകൾ പറഞ്ഞു തരണം. ഈ കാര്യങ്ങളൊക്കെ ആത്മകഥ എഴുതിയ ആളെന്ത് ചെയ്യണം, പറഞ്ഞു തരണം. നൗഷാദിനെ എപ്പിസ്താ വിളിക്കാൻ, നൗഷാദ എവിടെ വാ, ഇത് ഇങ്ങനെയാട്ടോ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പറഞ്ഞു തന്നാൽ മതിയോ? ഈ നൗഷാദ് എന്ന വ്യക്തിക്ക് മറുപടി പറയാൻ പണ്ഡിതന്മാർ തന്നെ വരാത്ത എന്താ? അദ്ദേഹം മറുപടി അറിയിക്കുന്ന ആളല്ല. പിന്നെ പണ്ട് പേരോസ്താദൊക്കെ പറഞ്ഞ പോലെ ഒരു മണ്ണാത്തനെ കൊല്ലാൻ ഒരു ചൂല് മതിയല്ലോ. അതുകൊണ്ടാണ് ചൂലായ ഞങ്ങളൊക്കെ ഇതിന് മറുപടി പറയുന്നത്. 1989 ശേഷമാണോ? നിന്റെ സംസാരം കേട്ടാൽ തോന്നും അത് 89 ശേഷം നടന്ന ഒരു സംഭവമാണെന്ന്. നീ 355 പേജ് എന്ന് പറഞ്ഞിട്ട് പകുതിന്ന് വായിച്ചാൽ അങ്ങനെ കിട്ടുന്ന ഒരു ചോദ്യം, ഷേർ മുബാറക്കിനെ പറ്റി ഈ പുസ്തകത്തിൽ ഇല്ലല്ലോ, അതല്ലേ എഴുതേണ്ടത്? എന്തുകൊണ്ട് ഷേർ മുബാറക്കിനെ പറ്റി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഖമറുൽ ഉലമ AP ഉസ്താദിന്റെ വിശ്വാസപൂർവമെന്ന ഈ ആത്മകഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അണികളുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് തന്നെ എതിരാളികൾ വായിച്ചു തീർത്ത ഒരു പുസ്തകമാണ് ഇത്. ഇതിന്റെ കൂടെ പറയാനുള്ളത്, 1-2 ദിവസമായി നൗഷാദിന്റെ പ്രസംഗം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവാം. കുറെ പേരോട് ഉസ്താദിന്റെ പിറകെ നടന്നു, പൊന്മുൾ ഉസ്താദിന്റെ പിറകെ നടന്നു, ഇപ്പോൾ ഖമറുൽ ഉലമ ഉസ്താദിന്റെ പിറകെയാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈറ്റ് പേപ്പാണ്. ആദ്യം അയാൾ പറഞ്ഞ കാര്യം ഒന്ന് നമുക്ക് കേൾക്കാം. വിശ്വാസപൂർവം എന്ന ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ ശൈഖുനയുടെ ഒരു വാക്കുകൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. എന്നോടും പറഞ്ഞ വാക്കുണ്ട്, ഞാനാ വായിക്കാൻ പോകുന്നത്, അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. വിശ്വാസപൂർവം എന്ന പുസ്തകത്തിന്റെ 355 പേജ്. അതിലതാ സമസ്തയിൽ പ്രശ്നം വന്ന സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് എഴുതുകയാണ്. ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് EK അവറുകളും ഞാനും കൂടി ശൈഖുന CM-നെ കണ്ട് കാര്യങ്ങൾ ഉണർത്താൻ പോയത്. AP ഉസ്താദും ശംസുൽ ഉലമ EK ഉസ്താദും കൂടി സമസ്തയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ മടവൂർ ശൈഖുനയെ സന്ദർശിക്കുകയാണ്. കേട്ടോട്ടോ, എല്ലാം കേട്ട ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ അവിടെ നിന്ന് പറഞ്ഞു. അവിടെ നിന്ന് ആര് പറഞ്ഞു? മടവൂര് ശൈഖുന പറഞ്ഞു. എന്താ പറഞ്ഞ്? സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്. പ്രത്യേകം കേൾക്കണം ആ ഭാഗം. ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്. 1979 പറഞ്ഞ ഒരു കാര്യമാണ്. ഉടനെ എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞിട്ട് എന്നല്ല. ഈ കാര്യം ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് നൗഷാദിന്റെ ചില വാക്കുകൾ കൂടി കേൾക്കാം. ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. ഇത് പറയുമ്പോ EK ഉസ്താദ് ആരാ? സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിൻവലിക്കുമല്ലേ നിനക്കറിയില്ല. അപ്പൊ എഴുതിയത് ഞാൻ വായിക്കാണ്. വിശദീകരണമൊക്കെ നിങ്ങളാ പറയേണ്ടത്. പറഞ്ഞോളാം. പിൻവലിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ആ സമയത്ത് EK ഉസ്താദ് സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്, സംശയമില്ല. അതേപോലെ തന്നെ ഈ പുസ്തകത്തിൽ എഴുതിയ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ അവിടെ ഉണ്ടാകും. ആദ്യം ഈ പുസ്തകം ഒന്ന് പൂർണ്ണമായി വായിക്കുക, എന്നിട്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ജനങ്ങളോട് പറയാൻ നിൽക്കുക. അല്ലെങ്കിൽ ഇതിനു മുമ്പ് പല കാര്യങ്ങളും തിരുത്തിയതുപോലെ തിരുത്തേണ്ടി വരും നിങ്ങൾക്ക്. EK ഉസ്താദ് ജനറൽ സെക്രട്ടറിയാണ് സമസ്തയുടെ. പറയുമ്പോ ആ EK ഉസ്താദിനോടാണ് മടവൂർ ശൈഖുന പറയുന്നത് സമസ്ത വിളരില്ല. അപ്പൊ ഏതാ ഇത് മനസ്സിലായല്ലോ. ആത്മകഥയിലെ 355 പേജിൽ ഉസ്താദ് നേരിട്ട് കേട്ട വാക്കായി എഴുതുന്നു, സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നങ്ങൾ തീരും. ആരാണ് സമസ്തയിൽ നിന്ന് പിന്നീട് പോയത്? ആരാണ്? എന്റെ പൊന്നാര കുട്ടിയെ, ഇത് പിന്നീട് പോയ കാര്യമല്ല, ഉടനെ പോകാനുണ്ട് എന്നാ പറഞ്ഞത്. അത് 1979 കാര്യമാണ്. പിന്നെ 1989 കാര്യമല്ലേ, അത് പിളർന്നു പോയതാണോ പുനർസംഘടിപ്പിച്ചതാണോ എന്നൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് വിശ്വാസപൂർവം എന്ന ഈ പുസ്തകത്തിൽ എഴുതിയത്.
ഇതൊന്ന് പൂർണ്ണമായി വായിച്ചാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. സമസ്ത വിട്ടുനിന്ന് മറ്റൊരു സമാന്തര സംഘടന ഉണ്ടാക്കിയത് ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ്. നിങ്ങൾ എഴുതി വെച്ചതാണ്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോ ഇതൊന്നും നോക്കണ്ടേ? എന്റെ ശൈഖുന എന്നുള്ള ഹെഡിങ് മാത്രം മാറ്റിയാൽ മതിയോ? ഏത് സമസ്തയാണ് പിളരാതെ നിലനിൽക്കുന്നത്, പിന്നീട് ഒഴിഞ്ഞു പോയത് ഏതാണ് എന്നൊക്കെ ആത്മകഥ എഴുതിയ ആളുകൾ പറഞ്ഞു തരണം. ഈ കാര്യങ്ങളൊക്കെ ആത്മകഥ എഴുതിയ ആളെന്ത് ചെയ്യണം? പറഞ്ഞു തരണം. നൗഷാദിനെ എപ്പിസ്താ വിളിക്കാൻ, നൗഷാദ എവിടെ വാ, ഇത് ഇങ്ങനെയാട്ടോ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പറഞ്ഞു തന്നാൽ മതിയോ? ഈ നൗഷാദ് എന്ന വ്യക്തിക്ക് മറുപടി പറയാൻ പണ്ഡിതന്മാർ തന്നെ വരാത്ത എന്താ? അദ്ദേഹം മറുപടി അറിയിക്കുന്ന ആളല്ല. പിന്നെ പണ്ട് പേരോസ്താദൊക്കെ പറഞ്ഞ പോലെ ഒരു മണ്ണാത്തനെ കൊല്ലാൻ ഒരു ചൂല് മതിയല്ലോ. അതുകൊണ്ടാണ് ചൂലായ ഞങ്ങളൊക്കെ ഇതിന് മറുപടി പറയുന്നത്. ഞാൻ വിശദീകരിച്ചതല്ല, ഞാൻ അത് അതിലുള്ള ലഫ്ള് അങ്ങനെ തന്നെ എന്റെ വകയിൽ ഒന്നും കൂട്ടിയിട്ടില്ല. ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. കണ്ടോ? ലഫ്ള് അങ്ങനെ തന്നെ പറഞ്ഞതാണ്. ഇതിന്റെ മുമ്പത്തെ കാര്യം പറഞ്ഞില്ല, ഇതിന് ശേഷം പറഞ്ഞതും പറഞ്ഞില്ല. അതിൽ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങ് പറഞ്ഞു. ഈ പുസ്തകം ഇപ്പോഴും നിലവിലുണ്ട്, ആർക്കും വായിച്ചു നോക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിട്ട് പറയുന്നത് ശരിയല്ല. ആ സന്ദർശിച്ചത് 1989 ശേഷമാണോ? നിന്റെ സംസാരം കേട്ടാൽ തോന്നും അത് 89 ശേഷം നടന്ന ഒരു സംഭവമാണെന്ന്. നീ 355 പേജ് എന്ന് പറഞ്ഞിട്ട് പകുതിന്ന് വായിച്ചാൽ അങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ 1979 നടന്ന കാര്യങ്ങളാണ് ഖമറുൽ ഉലമ ഉസ്താദ് വിവരിച്ചത്. ഇതാണ് നൗഷാദ് 355 പേജിന്റെ മുമ്പിലുള്ള പേജും ശേഷമുള്ള ഭാഗവും വായിക്കാതെ ഈ ഒരു ഭാഗം മാത്രം വായിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചത്. പിന്നെ 1989 ശേഷമുള്ളത് അത് സമസ്ത പിളർന്നതാണോ പുനർസംഘടിപ്പിച്ചതാണോ എന്നതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. എന്തായാലും നൗഷാദും വൈറ്റ് പേപ്പറിന് വേണ്ടി ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന ഈ പുസ്തകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗഷാദിന്റെ പ്രസംഗം നമ്മൾ കേട്ടല്ലോ, 355 പേജിൽ പറഞ്ഞു. ആ പറയുമ്പോ എങ്ങനെയാ പറഞ്ഞത്? ഈ സന്ദർഭത്തിൽ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കണം. അതിന് നൗഷാദ് ചെയ്യേണ്ടത് ഉസ്താദിന്റെ ഈ പുസ്തകം ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ പോരാ, അതൊന്ന് എടുത്ത് വായിക്കണം. വായിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും 355 പേജിൽ ഇങ്ങനെ ഉണ്ട്. അത് പറയുന്നത് കേട്ടിട്ട് നേരെ സ്റ്റേജിൽ കയറിയിട്ട് 355 പേജിൽ ഇങ്ങനെയുണ്ടല്ലോ എന്ന് പ്രസംഗിക്കുന്നതിന് മുമ്പ് അതിന്റെ മുമ്പത്തെ പേജും ശേഷമുള്ള പേജും ഒന്ന് നോക്കണം. ആദ്യം നൗഷാദിന്റെ പ്രശ്നം ഇത് തന്നെയാണ്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കയറെടുക്കും. ഇത് ഉസ്താദിന്റെ ആത്മകഥയാണ്. ഉസ്താദ് എഴുതിയതാണെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെ ഇതിലുണ്ടാകും. അപ്പോൾ 355 പേജിൽ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. നൗഷാദ് കുറെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പിറകെ നടന്നു, കുറെ പൊന്മുള ഉസ്താദിന്റെ പിറകെ നടന്നു, ഒന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല. ഇനി എന്ത് ചെയ്യാ? നേരെ ഉസ്താദിന്റെ പിറകെ ഒന്ന് നടക്കുക. കാരണം ഇപ്പൊ എവിടെയും പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇത് പറഞ്ഞിട്ടെങ്കിലും 4 കാശുണ്ടാക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? 355 പേജിൽ പറഞ്ഞതാണല്ലോ നൗഷാദ് പറഞ്ഞത്. നേരെ അതിന്റെ മുമ്പിലെ 353 പേജിൽ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. 355 പേജാണ് നൗഷാദ് പറഞ്ഞത് എങ്കിൽ നമുക്ക് അതിന്റെ മുമ്പത്തെ പേജ് ഒന്ന് നോക്കാം. അതിന്റെ മുമ്പത്തെ പേജ് നോക്കാം, ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് എന്ന് നോക്കാം. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിനു മുമ്പ് ഇത് 22ാമത്തെ അധ്യായം വൈകാട്ടികൾ വൈ വെളിച്ചങ്ങൾ എന്ന അധ്യായത്തിലാണ് പറയുന്നത്. അതിൽ 353 പേജിൽ പറയുന്നുണ്ട്, കേട്ടോളൂ. ബാഫയ്ക്ക് തങ്ങളുടെയും PMSA പൂക്കോയ തങ്ങളുടെയും വേർപാടിന് ശേഷം മുസ്ലിം ലീഗിൽ രൂപപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് 1979 ജൂണിൽ സമസ്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത്. ഇത് എപ്പോഴത്തെ കാര്യമാണ്? 1979 കാര്യമാണ് പറയുന്നത്. സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താം എന്നതായിരുന്നു ആ തീരുമാനം. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടുത്ത തീരുമാനമായിരുന്നില്ല ഇത്. സുന്നികൾക്കെതിരെ മുജാഹിദ് സംഘടനകൾ കൊണ്ടോട്ടി പുളിക്കൽ മാർച്ചിൽ ഒരു സമ്മേളനം നടത്തി. അതിൽ പ്രസംഗിച്ച അന്നത്തെ യൂണിയൻ ലീഗ് MLA P. സീതിയാജി തന്റെ അവസാന തുള്ളി രക്തവും സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പ്രസംഗിച്ചു. അതിന്റെ തുടർച്ച എന്നോണം കോഴിക്കോട് ഷാദുലി പള്ളി കേസ്, പൂനൂർ ടൗൺ നിസ്കാര പള്ളി കയ്യേറ്റം തുടങ്ങിയ ഇങ്ങനെ കാര്യങ്ങൾ പറയാണ്.
ഇങ്ങനെ ഓരോ കാര്യങ്ങൾ 1979 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് മുഷാവറ നേരത്തെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള സന്ദർഭം വന്നപ്പോൾ തീരുമാനം എടുത്ത ചിലർക്ക് മനമാറ്റം വന്നു. അവരിൽ ചിലർ യൂണിയൻ ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിക്കുകയും മുഷാവറ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് വരെ പറയുകയും ചെയ്തു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില മുഷാവറ അംഗങ്ങളായിരുന്നു ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത്. കേട്ടോൾ, ഇനി അടുത്ത ഖണ്ഡികയാണ് വായിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരു മുന്നണികളുടെയും ഭാഗമായ യൂണിയൻ ലീഗുകാരും അഖിലേന്ത്യാ ലീഗുകാരും കോൺഗ്രസ് നിർത്തിയ മുജാഹിദ് പ്രവർത്തകർ വ്യാപകമായി തോറ്റിരുന്നു. ഇതോടെ സമസ്തക്കകത്തെ ചേരിതിരിവുകൾ ശക്തമാവുകയും ഒരു പിളർപ്പിന്റെ വക്കിലെത്തുകയും ചെയ്തു. ഇനിയാണ് പറയുന്നത് ഈ സന്ദർഭത്തിൽ, ഏത് സന്ദർഭത്തിൽ? ഇങ്ങനെ പിളർപ്പിന്റെ വക്കിലെത്തിയ ഈ സന്ദർഭത്തിൽ എപ്പോഴുള്ളതാണ്? 1979 കാര്യമാണ് പറഞ്ഞത്. അവിടെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങൾ വായിച്ചത്. സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. 79 ഉടനെ എന്ന് പറയുമ്പോൾ അത് 10 വർഷം കഴിഞ്ഞിട്ട് 89 79 പറഞ്ഞത്. അപ്പോ ആ 79 നടന്നൊരു സംഭവമാണ്. അതാണ് നൗഷാദ് വളച്ചൊടിച്ച് മുമ്പത്തെ ഭാഗവും വായിച്ചില്ല, പിറകത്തെ ഭാഗവും വായിക്കാതെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്. നൗഷാദിന്റെ വൈറ്റ് പേപ്പറാണ്, അല്ലാതൊന്നുമല്ല. ഇനി ബാക്കി നമുക്ക് നോക്കാം. പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തു. 80കളിൽ ഞാൻ ഷെയ്ഖുനയെ അധികവും കണ്ടതും സംസാരിച്ചതും സംഘടനാപരവും മറ്റുമായ പൊതുകാര്യങ്ങളിൽ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും കിട്ടാൻ വേണ്ടിയായിരുന്നു. ഇത് എപ്പോഴത്തെ സംഭവമാണ് പറഞ്ഞത്? 1979 സംഭവമാണ് പറഞ്ഞത്. പിന്നെ നൗഷാദ് ചോദിക്കുന്ന ഒരു ചോദ്യം, ഷേർ മുബാറക്കിനെ പറ്റി ഈ പുസ്തകത്തിൽ ഇല്ലല്ലോ, അതല്ലേ എഴുതേണ്ടത്? എന്തുകൊണ്ട് ഷേർ മുബാറക്കിനെ പറ്റി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. നൗഷാദ്, ഷേർ മുബാറക്കിനെ പറ്റി എന്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്തത് എന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അല്പം ദീർഘിച്ചു പോയി. അടുത്തടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇതിനു മുമ്പ് ജസ്റ്റിസ് കമാൽ പാഷ ചേകന്നൂർ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനിടുന്ന വീഡിയോ ആദ്യം തന്നെ കാണണമെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.